ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ BA ഹിന്ദി മേഡ് ഈസി. നമ്മളിന്ന് ഉഡോ അഹല്യയുടെ കഥയാണ് പറയാൻ പോകുന്നത്. ഭാരത പുരാണമനുസരിച്ച് അഹല്യ മഹർഷി ഗൗതമിൻ്റെ ഭാര്യയായിരുന്നു. അറിവിൽ അതുല്യയായ അഹല്യ സ്വർഗീയ ഗുണങ്ങളാൽ അനുഗ്രഹപ്പെട്ടവളായിരുന്നു. അവളുടെ അനുഭവമായ സൗന്ദര്യവും ലാളിത്യവും കാരണം അവൾ ഭർത്താവിൻ്റെ പ്രിയപ്പെട്ടവളായിരുന്നു. അവൾ ഭർത്താവിനോട് പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടവളായിരുന്നു. ഭാര്യ ഭർത്താവിൻ്റെ ധർമ്മം പിന്തുടർന്ന് അവർ സ്നേഹത്തോടെ ദാമ്പത്യം നയിച്ചു. ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയായിരുന്നു അഹല്യ. എല്ലാ ദേവന്മാരും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. 3 ലോകങ്ങളും ആദ്യം സന്ദർശിച്ചു വരുന്നയാൾക്ക് അഹല്യ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് ബ്രഹ്മാവ് നിബന്ധന വച്ചു. ഇന്ദ്രൻ തൻ്റെ എല്ലാ അത്ഭുത ശക്തികളോടും കൂടി ആദ്യം 3 ലോകങ്ങൾ സന്ദർശിച്ചു. എന്നാൽ നാരദ മഹർഷി ബ്രഹ്മാവിനോട് പറഞ്ഞു, തൻ്റെ ദൈനംദിന ആരാധനയിൽ ഗൗതം ഋഷി പരിക്രമണം നടത്തുന്നതിനിടയിൽ തൻ്റെ പശു ഒരു കാളക്കുട്ടിയെ പ്രസവിച്ചു. വേദങ്ങൾ അനുസരിച്ച് ഈ അവസ്ഥയിൽ പശുവിനെ പരിക്രമണം ചെയ്യുന്നത് ത്രിലോക പരിക്രമണം ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെ അഹല്യ ഗൗതമിനെ വിവാഹം ചെയ്തു. എന്നാൽ ഇന്ദ്രന് അഹല്യയുടെ മേൽ ദൃഷ്ടി പതിച്ചു. അഹല്യയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ഇന്ദ്രൻ അവളുടെ പ്രണയം നേടാൻ ആഗ്രഹിച്ചു. ഗൗതം മഹർഷിയുടെ ദിവ്യശക്തികളെയും കഴിവുകളെയും കുറിച്ച് ഇന്ദ്രന് അറിയാമായിരുന്നു. ഇതോടൊപ്പം അഹല്യ തൻ്റെ ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നുണ്ടെന്നും അറിയാമായിരുന്നു. ഈ ശക്തികളെ മറികടക്കാൻ ഇന്ദ്രന് ശക്തിയില്ലായിരുന്നു. എന്നാൽ അഹല്യയെ മറക്കാൻ അയാൾ ആഗ്രഹിച്ചില്ല. അയാൾ സ്വയം സംയമനം പാലിച്ചുകൊണ്ട് ശരിയായ അവസരത്തിന് കാത്തിരിക്കാൻ തുടങ്ങി. ഒരു ദിവസം മഹർഷി ഗൗതം അഹല്യയോട് പ്രത്യേക സിദ്ധി ലഭിക്കാൻ കുറഞ്ഞത് 6 മാസമെങ്കിലും വനത്തിൽ പോയി തപസ് ചെയ്യണമെന്ന് പറഞ്ഞു. അഹല്യ അത് സമ്മതിക്കുകയും താൻ കാത്തിരിക്കുമെന്ന് പറയുകയും ചെയ്തു. ഇത്രയും കാലം ഇന്ദ്രൻ അങ്ങനൊരു അവസരത്തിന് വേണ്ടിയായിരുന്നു കാത്തിരുന്നത്. മുനി പോയ ഉടനെ ഗൗതമിൻ്റെ വേഷത്തിൽ ഇന്ദ്രൻ അഹല്യയുടെ അടുത്തെത്തി. ഉടൻ തന്നെ ഭർത്താവ് തിരിച്ചെത്തിയതിനാൽ അഹല്യ അത്ഭുതപ്പെട്ടു. തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയും അവളുടെ സൗന്ദര്യം കാരണം കാട്ടിലേക്ക് പോകാൻ താല്പര്യമില്ലാതെയായെന്നും അതിനാൽ തപസ് ചെയ്യാനുള്ള ആശയം ഉപേക്ഷിച്ച് താൻ തിരിച്ചു വന്നതാണെന്നും പറഞ്ഞു. ഭർത്താവിൻ്റെ വാക്കുകൾ കേട്ട് അഹല്യയുടെ മനസ്സ് ആനന്ദത്താൽ നൃത്തം ചെയ്തു. ഇരുവരും മുമ്പത്തേക്കാൾ കൂടുതൽ സ്നേഹത്തോടെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി. ഒരു ദിവസം അതിരാവിലെ ഇന്ദ്രൻ മുനിയുടെ വേഷം ധരിച്ച് ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് അഹല്യ തൻ്റെ മുറ്റത്ത് തൻ്റെ ഭർത്താവിൻ്റെ പരിചിതമായ വിളി കേട്ടു. ഒരു നിമിഷത്തിനുള്ളിൽ അഹല്യയ്ക്ക് ആപത്ത് മനസ്സിലായി. തൻ്റെ മുന്നിൽ ഗൗതം ഋഷിയെ കണ്ടപ്പോൾ അവൾ ഇല പോലെ വിറച്ചു. അയാളുടെ കാൽക്കൽ വീണു. അപ്പോഴേക്കും ഇന്ദ്രനും മുനിയുടെ വരവ് അനുഭവപ്പെട്ടു. അയാൾ ആ ആശ്രമം വിട്ട് ഓടിപ്പോയി. അഹല്യയിൽ നിന്നും മുഴുവൻ കഥകൾ അറിഞ്ഞപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. ഭർത്താവിൻ്റെ സ്പർശനം അനുഭവിക്കാതെ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവളെ ശപിച്ചു. നിന്റെ ശരീരവും മനസ്സും കൊണ്ട് ഒരു കല്ലുപോലെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ നീ കല്ലായി മാറുന്നു. മഹർഷിയുടെ ശാപം കേട്ട് നിരാശയായ അഹല്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇത്രയധികം ദിവ്യശക്തികളാൽ അനുഗ്രഹപ്പെട്ടവനാണ്. നിങ്ങൾ എന്നെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചു. കഴിഞ്ഞ 6 മാസം ഒരാൾ എന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഒരു സാധാരണ സ്ത്രീ മാത്രമാണ്. അറിയാതെ ഞാൻ ഒരു കുറ്റം മാത്രമേ ചെയ്തു. ഞാൻ മറ്റൊരു പുരുഷനോടൊപ്പം ജീവിച്ചിട്ടുണ്ടെങ്കിലും ആ പുരുഷൻ നിങ്ങളാണെന്ന് കരുതിയാണ്. എൻ്റെ മനസ്സ് ശുദ്ധമാണ്. അഹല്യയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ മുനിക്ക് കാര്യം മനസ്സിലായി. എന്നാൽ ശാപം നൽകിയത് തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ത്രേതായുഗത്തിൽ വിഷ്ണു ശ്രീരാമൻ്റെ രൂപം സ്വീകരിക്കുകയും വനവാസകാലത്ത് നിന്നെ സ്പർശിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ സ്പർശനത്താൽ നീ ശാപത്തിൽ നിന്നും മുക്തയാകും. മുനിയുടെ ശാപം ഏറ്റുവാങ്ങി അഹല്യ ഒരു കല്ലായി മാറി. വളരെ കാലത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം ശ്രീരാമൻ്റെ പുണ്യസ്പർശത്താൽ അവൾ വീണ്ടും ഒരു സ്ത്രീരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു.